ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. മലയാളികൾ എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത് ധർമ്മരാജൻ ഒരു പ്രോപ്പർട്ടി ഡീൽ നടത്താൻ വേണ്ടിയിട്ട് 3.5 കോടി രൂപയുമായി പോയപ്പോൾ ഒരു റോബറി നടക്കുകയും അങ്ങനെ കുറച്ച് പേര് പൈസ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതിനകത്ത് കള്ളപ്പണവും ഇല്ല, കള്ളപ്പണം വെളുപ്പിക്കലും ഇല്ല എന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ കേരള പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? അതൊരു ഭയങ്കരമായ ക്രൈം ത്രില്ലർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് എഴുതി വെച്ചിരിക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? കേരളത്തിൽ എന്താ പറയുക, കേരളത്തിലെ മൊത്തം മലയാളികളെയും പിന്നെ പറ്റിക്കുന്ന രീതിയിലൊരു റിപ്പോർട്ടാണ് കേരള പോലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ എന്ന് മാത്രമല്ലല്ലോ, രാജ്യം ഭരിക്കുന്നൊരു പാർട്ടി BJP, ആ BJP എന്ന് പറയുന്ന പാർട്ടിയെ കളങ്കം ചാർത്തുന്നൊരു റിപ്പോർട്ടല്ലേ കേരള പിന്നെ പോലീസ് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കേസാണോ അത്? നോക്കൂ, ഇവിടെ കേരള പോലീസ് അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിരിക്കുന്നത് എന്താ? 25 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെന്നല്ലേ പരാതി കൊടുത്തിരിക്കുന്നത്. 3-ാമത്തെ ദിവസമാണല്ലോ പരാതി കൊടുത്തത്. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 25 ലക്ഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മേളിൽ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് പോലീസ് ഒരു വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നത്. എത്രയാണ്? 1,50 ലക്ഷം രൂപ, 58 ലക്ഷം രൂപയുടെ റിക്കവറി പോലീസ് നടത്തുന്നു അല്ലേ? ഈ പറയുന്ന ആളുകളെ പിടിച്ചിട്ട് 1.58 കോടിയുടെ റിക്കവറി നടത്തുന്നു. അതുകൂടാതെ ഗോൾഡ് പിടിക്കുന്നു, മൊബൈൽ ഫോൺ പിടിക്കുന്നു, വാച്ച് പിടിക്കുന്നു, അതുപോലെ തന്നെ ബാങ്കുകളിൽ ഇട്ടിട്ടുള്ള ഏതാണ്ട് 57 ലക്ഷം രൂപയും കണ്ട് അതിൻ്റെ റെക്കോർഡ്സ് പിടിക്കുന്നു. അത്തരത്തിലൊരു 3.5 കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്ന് കേരള പോലീസ് പിന്നെ കണ്ടെത്തുമ്പോഴാണ് ധർമ്മരാജൻ അത് ക്ലെയിം ചെയ്യുന്നത്. അത് തന്നെ എപ്പോഴാണ് ക്ലെയിം ചെയ്യുന്നത്? അതിനുശേഷം